സാനിറ്റൈസറും മറ്റും ഉപയോഗിച്ച് വോട്ടിംഗ് മെഷീൻ മായ്ച്ചു കളയുന്നു. പണവും മറ്റും നൽകി പരസ്യമായി വോട്ട് വാങ്ങുന്നു. പരസ്യമായി തന്നെ എതിർ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നു. ഇതെല്ലാം കണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളൊന്നും എടുക്കാതിരിക്കുന്നു. മഹാരാഷ്ട്ര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ മഹായുതി സഖ്യത്തിനെതിരെ വന്ന പ്രതിപക്ഷ ആരോപണങ്ങളായിരുന്നു ഇവയെല്ലാം. ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്ന് ജനങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരമില്ലാതെ വരും. മഹാരാഷ്ട്രയിൽ നടന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 29 കോർപ്പറേഷനുകളിൽ 25 എണ്ണത്തിലും BJP ശിവസേന ഷിൻഡെ വിഭാഗത്തിന് മഹായുതി സഖ്യം ഭൂരിപക്ഷം നേടി. മുംബൈ കോർപ്പറേഷനിൽ താക്കറെ കുടുംബത്തിന്റെ അപ്രമാദിത്വം അവസാനിപ്പിച്ച് മഹായുതി സഖ്യം 227ൽ 118 സീറ്റുകൾ നേടി. ഇതിൽ BJPക്ക് 89 സീറ്റുകളും ശിവസേന ഷിൻഡെ വിഭാഗത്തിന് 29 സീറ്റും ലഭിച്ചു. DMCയിൽ അധികാരത്തിന് 114 സീറ്റുകളാണ് വേണ്ടത്. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് 65 സീറ്റുകൾ ലഭിച്ചു. ഇതിൽ നിന്നും മുംബൈയിൽ തങ്ങളെ എഴുതിത്തള്ളാറായിട്ടില്ല എന്ന് ഉദ്ധവ് താക്കറെ തെളിയിക്കുന്നു. മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടന്ന 2869 സീറ്റുകളിൽ 1400-ലധികം സീറ്റുകളിൽ BJP വിജയിച്ചു. 300-ലധികം സീറ്റുകളിൽ മാത്രമേ കോൺഗ്രസിന് ജയിക്കാനായുള്ളൂ. ഗൗരി ലങ്കേഷിനെ കൊന്ന കേസിലെ പ്രതി ശ്രീകാന്ത് പങ്കാർക്കർ മഹാരാഷ്ട്രയിലെ ജൽന മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതു മുതൽ വ്യാപകമായ ക്രമക്കേടുകളാണ് മഹായുതി സഖ്യത്തിനെതിരെയും ഇതിനെതിരെ കണ്ണടച്ചു നിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷനെതിരെയും പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചത്. വോട്ട് ചെയ്തതിനു ശേഷം സാനിറ്റൈസറും മറ്റും ഉപയോഗിച്ച് ഇങ്ക് മായ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് ദിവസത്തെ ഒരു വിവാദം മാത്രമാണ്. പാഡു മെഷീനുകൾ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചുവെന്നും പ്രതിപക്ഷത്തിന് ഇതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ ബ്രീഫ് ചെയ്തിരുന്നില്ലെന്നും രാജ് താക്കറെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച മുതൽ പല വിവാദങ്ങളും ബൃഹാൻ മുംബൈ കോർപ്പറേഷൻ പോളുകളെ ചുറ്റിപ്പറ്റി ഉയർന്നിരുന്നു. വോട്ട് ചെയ്തതിനു ശേഷം വിരലുകളിൽ പ്രത്യേക വോട്ടിംഗ് മഷി ഉപയോഗിച്ച് പതിപ്പിച്ച അടയാളം മായ്ക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനു പിന്നാലെ തിരഞ്ഞെടുപ്പുകളിൽ പൊതുവായി ഉപയോഗിക്കുന്ന വോട്ടിംഗ് മഷിക്ക് പകരം മായ്ച്ചു കളയാൻ കഴിയുന്ന മാർക്കർ പേനകൾ ഉപയോഗിച്ചാണ് വിരലുകളിൽ അടയാളം പതിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പാടെ തള്ളിക്കളഞ്ഞു. സ്ഥിരം ഉപയോഗിക്കുന്ന മഷി തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നും അത് മായ്ക്കാൻ ശ്രമിക്കുന്നത് കുറ്റകരമാണെന്നും കമ്മീഷൻ പ്രതികരിച്ചു. മാത്രമല്ല ഇരട്ട വോട്ട് അസാധ്യമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. EVMൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് പ്രദർശിപ്പിക്കുന്ന പ്രിന്റിംഗ് ഓക്സിലറി ഡിസ്പ്ലേ യൂണിറ്റ് അഥവാ പാഡു യൂണിറ്റുകൾ രാഷ്ട്രീയ സംഘടനകളെ അറിയിക്കാതെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത് സംശയനിഴലിൽ നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നു. ഒരു ലാർജ് സ്കെയിൽ റിഗ്ഗിംഗ് അല്ലെങ്കിൽ അട്ടിമറി നടന്നതിനായി തെളിവുകളില്ലെങ്കിലും ഇത്തരം സംഭവങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രക്രിയയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സംശയത്തിന്റെ നിഴലിൽ കൊണ്ടെത്തിക്കുന്നു. വോട്ട് ചോരി പോലുള്ള വിവാദങ്ങളിൽ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യൂണിറ്റായി മാറി രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ എന്ന പ്രതിപക്ഷ ആരോപണം ശക്തമായി നിലനിൽക്കുമ്പോഴാണ് മുംബൈ പോലുള്ള രാജ്യത്തെ സുപ്രധാനമായ ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും ക്രമക്കേടുകൾ കണ്ട് ഇലക്ഷൻ കമ്മീഷൻ കണ്ണടച്ച് നിൽക്കുമ്പോൾ രാജ്യത്ത് വോട്ടിംഗ് പ്രക്രിയയുടെ വിശ്വാസ്യത സംശയങ്ങളുടെ നിഴലിൽ തുടരുന്നു.